നമസ്കാരം. ഫണ്ട് ത്രീസിക്സ്റ്റിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് പലർക്കും സുപരിചിതമായിട്ടുള്ള ഒരു വാക്കാണ് പൊൻസി. നമ്മൾ വളരെയധികം പത്രം കണ്ടും അതേപോലെ തന്നെ പല പല വീഡിയോകളിലും ഒക്കെ നമ്മൾ പല നിക്ഷേപ തട്ടിപ്പുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് പൊൻസി സ്കീം എന്നുള്ളത്. പൊൻസി സ്കീം, PONZI. പൊൻസി സ്കീം എന്ന് പറയുന്നത് നിക്ഷേപ തട്ടിപ്പിന്റെ ഒരു പര്യായമാണ്. അതായത് പുതുതായിട്ട് ചേർന്നവരുടെ അടുത്തുള്ള പണം വാങ്ങി ആദ്യം ചേർന്നവർക്ക് റിട്ടേൺസ് എന്ന പോലെ നൽകുന്നു, വീണ്ടും പുതിയ ആളുകളെ ചേർക്കുന്നു, പണം നൽകുന്നു, ഇങ്ങനെ പണം സർക്കുലേറ്റ് ചെയ്യുന്നു. അല്ലാതെ ഉള്ള പണം പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിച്ചിട്ട് അതിൻ്റെ അകത്ത് നിന്ന് ലാഭം ഉണ്ടാക്കുന്ന ഒരു ബിസിനസ് അല്ല. അപ്പോൾ ഇത്തരത്തിൽ നിക്ഷേപ തട്ടിപ്പുകൾ നടത്തിയിട്ട് കുറച്ച് കഴിയുമ്പോൾ പുതിയ ആൾ ജോയിൻ ചെയ്യാതെ ആകുമ്പോൾ ഈ ഒരു പിരമിഡ് സ്ട്രക്ചർ തകർന്നു വീഴുന്നു. അതോടുകൂടി എല്ലാവർക്കും പണം നഷ്ടപ്പെടുന്നു. മണി ചെയിനും ഒക്കെ ഇതേപോലെ തന്നെ ഉള്ളതാണ്. അപ്പോൾ ഇതിന് നമ്മൾ പറയുന്ന പേരാണ് പൊൻസി സ്കീം എന്ന്. അപ്പോൾ ഈ ഒരു പേര് എങ്ങനെയാണ് വന്നത്, അഥവാ ഇതിന് പിന്നിലുള്ള ഒരു ഇതിഹാസം ആരാണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ചർച്ചാ വിഷയം. ഇത് വളരെ രസകരമായി തോന്നിയത് കൊണ്ടാണ് ഇത് ഇന്നത്തെ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. 1992 ലൂഗോ, ഇറ്റലിയിൽ കാർലോ പീറ്റോ പൊൻസി എന്ന് പറയുന്ന ആള് ജനിക്കുന്നു. ഇദ്ദേഹം പിന്നീട് ചാൾസ് പൊൻസി എന്ന പേരിൽ അറിയപ്പെട്ടു. ഇദ്ദേഹത്തിന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ ആദ്യകാലങ്ങളിൽ വലിയ പണക്കാരുടെ കുടുംബമായിരുന്നു. പക്ഷെ പിന്നീട് ദാരിദ്ര്യം കയറിപ്പോയി. പക്ഷെ എങ്കിൽ പോലും കുടുംബത്തിലുള്ള എല്ലാവർക്കും പൊതുവായിട്ടുണ്ടായിരുന്ന ഒരു ഗുണം നല്ല രീതിയിൽ വളരെയധികം പണം എത്തരത്തിലും ഉണ്ടാക്കി ജീവിക്കണം എന്നുള്ളതാണ്. പൊൻസിയെ സംബന്ധിച്ചും ഇതിൻ്റെ അന്ന് വ്യത്യസ്തമായിരുന്നില്ല. ഇതിനെ തുടർന്ന് 11-ാം വയസ്സിൽ പൊൻസി നിയമവിരുദ്ധമായിട്ടുള്ള രീതിയിൽ അമേരിക്കയിലേക്ക് കടന്നു. അതായത് 1903 ബോസ്റ്റണിൽ വെറും $2.50 വന്നിറങ്ങി. പക്ഷെ ആ സമയത്ത് പോലും അദ്ദേഹം ആഡംബരത്തിന് കുറവ് കാണിച്ചില്ല. ഒരു 11 വയസ്സുകാരൻ പോലും തൻ്റെ ബിൽഡപ്പിൽ വളരെയധികം ശ്രദ്ധിച്ചു. അതിനെക്കുറിച്ച് അദ്ദേഹം പിൽക്കാലങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, $2.50 കൊണ്ടുവന്നതിൻ്റെ അകത്ത് $1 ഞാൻ നല്ല ഹോട്ടലിൽ കയറി ചായ കുടിച്ചിട്ട് വെയിറ്റർക്ക് ടിപ്പും കൊടുത്തു. പിന്നീട് പൊൻസി പലതരം ജോലികൾ അവിടെ ചെയ്തു. വെയിറ്ററായിട്ട് ജോലി ചെയ്തു, ബാങ്ക് ക്ലർക്കായിട്ട് ജോലി ചെയ്തു, പെയിന്ററായിട്ട് ജോലി ചെയ്തു, ട്രാൻസ്ലേറ്ററായിട്ട് ജോലി ചെയ്തു. US ഇതൊന്നും പച്ച പിടിക്കാത്തതുകൊണ്ട് പൊൻസി പതുക്കെ കാനഡയിലേക്ക് പോയി. അവിടെ അദ്ദേഹം ഇറ്റലിയിൽ നിന്നുള്ള കുടിയേറ്റക്കാർക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു ബാങ്കിൽ ജോലി ചെയ്യാൻ ആരംഭിച്ചു. ഈ ഒരു ബാങ്ക് പിൽക്കാലത്ത് തകർന്നു. പക്ഷെ പിന്നീട് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ള കാര്യം, പൊൻസി പല ചെക്കുകളും വ്യാജമായിട്ട് നിർമ്മിച്ച് പണം തട്ടി എന്നുള്ളതാണ്. ഇതിനെ തുടർന്ന് അദ്ദേഹത്തിനെ പിടിച്ചിട്ട് ജയിലിലിട്ടു, കനേഡിയൻ ജയിലിൽ. ജയിൽ മോചിതനായതിനു ശേഷം അദ്ദേഹം അമേരിക്കയിലേക്ക് കുടിയേറി. അമേരിക്കയിൽ അദ്ദേഹം കൂടുതൽ പെട്ടെന്ന് വരുമാനം ലഭിക്കാൻ വേണ്ടി, പണം ലഭിക്കാൻ വേണ്ടി ചെയ്ത പണി മറ്റൊന്നുമല്ലായിരുന്നു, ഇറ്റലിയിൽ നിന്നും ഒട്ടനേകം കുടിയേറ്റക്കാർ അമേരിക്കയിലേക്ക് വരുന്ന സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഇറ്റലിക്കാരെ അമേരിക്കയിലേക്ക് സ്മഗിൾ ചെയ്ത് കൊണ്ടുവരുന്നത്, അതായത് നിയമവിരുദ്ധമായിട്ട് ആളെ കടത്തുന്ന, മനുഷ്യക്കടത്ത് നടത്തുന്ന ഒരു റാക്കറ്റ് പ്രവർത്തിപ്പിക്കാൻ ആരംഭിച്ചു. ഇതിൽ നിന്നും പണം ലഭിച്ചു. പക്ഷേ ആത്യന്തികമായിട്ട് പോലീസിന്റെ വലയിൽ കുടുങ്ങി ജയിലിലായി. ജയിലിൽ അദ്ദേഹം കിടന്നെങ്കിൽ കൂടിയും അദ്ദേഹത്തിന് മാറ്റങ്ങളൊന്നും വന്നില്ല. നല്ല രീതിയിൽ പെട്ടെന്ന് പണമുണ്ടാക്കി വലിയ പണക്കാരനായി ജീവിക്കണം എന്നുള്ള മോഹം അദ്ദേഹത്തിന്റെ അടിത്തട്ടിൽ കിടന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1919 അദ്ദേഹം ബോസ്റ്റണിൽ ചെറിയൊരു പണികളൊക്കെ എടുത്ത് ജീവിക്കുന്നതിന് ശേഷം, ജയിൽ വിമോചനായതിനു ശേഷം അദ്ദേഹം യാദൃശ്ചികമായിട്ട് IRCകളെ കുറിച്ച്, ഇന്റർനാഷണൽ റിപ്ലൈ കൂപ്പൺസിനെ കുറിച്ച് പരിചയപ്പെടുന്നത്. ഇന്റർനാഷണൽ റിപ്ലൈ കൂപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരു ഇന്നത്തെ കാലത്ത് 40-50 വയസ്സുള്ളവരൊക്കെ സംബന്ധിച്ച് അവരിങ്ങനത്തെ റിപ്ലൈ കൂപ്പൺസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. പണ്ടത്തെ കാലത്ത് റീഡേഴ്സ് ഡൈജസ്റ്റിന്റെയും മറ്റ് പല ഫോറിൻ മാഗസിനുകളുടെയും ഒക്കെ മെയിൽ റിപ്ലൈ കവേഴ്സ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. അത് നമ്മൾ സ്റ്റാമ്പൊന്നും ഒട്ടിക്കേണ്ട, അതെല്ലാം പ്രീ സ്റ്റാമ്പ്ഡ് ആണ്, പ്രീ പെയ്ഡ് ആണ്. ഇത് അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു വലിയൊരു ബിസിനസ് ആയി തോന്നി. മറ്റൊന്നുമല്ല, ഇത്തരത്തിലുള്ള ഇന്റർനാഷണൽ റിപ്ലൈ കൂപ്പൺസ്, ഇത്തരത്തിലുള്ള ഇന്റർനാഷണൽ എൻവലപ്സ് ഉണ്ടെങ്കിൽ ഒരു രാജ്യത്തു നിന്നും മറ്റൊരു രാജ്യത്തിലേക്ക് കത്തയക്കാം. അന്നത്തെ കാലത്ത് മൊബൈലൊന്നും ഇല്ലാത്തത് കൊണ്ട് ഈ ഒരു കത്തയക്കൽ തന്നെയായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത്. പക്ഷെ ഒരു രാജ്യത്തു നിന്നും മറ്റൊരു രാജ്യത്തിലേക്ക് കത്തയക്കണമെങ്കിൽ, ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നാണയത്തിന്റെ മൂല്യം കൂടിയിരിക്കുന്ന ഒരു രാജ്യത്തിൽ നിന്നും കുറഞ്ഞിരിക്കുന്ന ഒരു രാജ്യത്തേക്ക് കത്തയക്കണമെങ്കിൽ കൂടുതൽ പണം അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതേസമയം കുറഞ്ഞിരിക്കുന്ന രാജ്യത്തു നിന്നും മറ്റൊരു കൂടിയിരിക്കുന്ന രാജ്യത്തേക്ക് കത്തയക്കുകയാണെങ്കിൽ കുറച്ചു മതി. ഈ ഇന്റർനാഷണൽ റിപ്ലൈ കൂപ്പൺസ് വില കുറഞ്ഞ ഒരു രാജ്യത്തു നിന്നും വാങ്ങിച്ച് മറ്റൊരു രാജ്യത്തേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാഭം ലഭിക്കും. ഇതൊരു വലിയ ബണ്ടിലായിട്ട് അമേരിക്കയിലേക്ക് കൊണ്ടുവന്നിട്ട് അമേരിക്കക്കാർക്ക് ഇറ്റലിയിലേക്കോ ഒക്കെ കത്തയക്കാൻ വേണ്ടിയിട്ട് ഇത് വേണമെങ്കിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടെയൊന്നും വാങ്ങിച്ചതിന്റെ 10 മടങ്ങ് ലാഭത്തിൽ ഇതിലൂടെ വിൽക്കാൻ കഴിയും എന്നുള്ള ഒരു തോന്നലായിരുന്നു പൊൻസിക്ക് ഉണ്ടായിരുന്നത്. ഇതിനെ തുടർന്ന് പൊൻസി ഈ ഒരു ഇന്റർനാഷണൽ റിപ്ലൈ കൂപ്പൺസ്, IRC, ഒരു ബിസിനസ് ആയിട്ട് വിറ്റടിക്കുന്നതിനെ കുറിച്ച് വളരെയധികം ആലോചിക്കുകയും പരസ്യങ്ങൾ ചെയ്യുകയും ചെയ്തു. പക്ഷേ എങ്കിൽ പോലും
IRCകളെ കുറിച്ച് കാര്യമായിട്ട് അറിയുന്നവർക്ക് അറിയുന്ന ഒരു കാര്യമായിരുന്നു. ഇത്തരത്തിൽ ചെയ്താൽ പോലും ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും ലോജിസ്റ്റിക്സും ബാക്കി എല്ലാം കഴിഞ്ഞ് വിൽപ്പനയൊക്കെ കൂടി കഴിയുമ്പോൾ വളരെ ചുരുങ്ങിയ ഒരു ലാഭം മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നുള്ളത്. പക്ഷേ എങ്കിൽ പോലും ഇതിനെക്കുറിച്ച് കാര്യമായിട്ട് അറിയാത്തവരെ എല്ലാവരെയും ഇദ്ദേഹം IRC ചുരുങ്ങിയ ജനമുള്ള രാജ്യത്ത് നിന്നും അമേരിക്ക പോലത്തെ ഒരു നാട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് വിറ്റിട്ട് വലിയ ലാഭം ഉണ്ടാക്കാം എന്ന രീതിയിലുള്ള പബ്ലിസിറ്റി കൊടുത്തു. ഇത് വിശ്വസിച്ച് ഒത്തിരി പേരുണ്ട്. അപ്പോൾ ഈ ഒരു ബിസിനസ്സിലേക്ക് വേണ്ടിയിട്ട് പണം മുടക്കാൻ വേണ്ടി അദ്ദേഹം ആളുകളെ ക്ഷണിച്ചു. ആഴ്ചകൾക്കുള്ളിൽ പണം ഇരട്ടിപ്പിക്കാമെന്നും 3 ഇരട്ടിയാക്കാമെന്നും ഒക്കെയുള്ള വാഗ്ദാനങ്ങളൊക്കെ നൽകി. 45 ദിവസത്തിനുള്ളിൽ 50%, 90 ദിവസത്തിനുള്ളിൽ 100%, അതായത് 3 മാസം കൊണ്ട് ഇരട്ടിപ്പിക്കും എന്നുള്ള വാഗ്ദാനങ്ങളാണ് അദ്ദേഹം നൽകിയത്. ഇതിനെക്കുറിച്ച് അറിവില്ലാത്ത ഒട്ടനേകം പേർ അവർ വീടും കുടുംബവും ഒക്കെ വിറ്റതും കടം വാങ്ങിയതും ഒക്കെയുമായിട്ട് പണമായിട്ട് പൊൻസിയുടെ അടുത്തെത്തി. ചാൾസ് പൊൻസി അതെല്ലാം വാങ്ങിച്ചു വെച്ചു. കൂടുതൽ ആളുകൾ വരുന്നു. അപ്പോൾ പുതുതായിട്ട് വന്ന് ജോയിൻ ചെയ്തവർക്ക് അതാത് ദിവസങ്ങൾ കഴിയുമ്പോൾ 45 ദിവസം കഴിയുമ്പോൾ 50%, 90 ദിവസം കഴിയുമ്പോൾ 100% ഒക്കെ തിരിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. ഇത് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ $15 മില്യൺ പൊൻസിയുടെ ഈ ഒരു ബിസിനസ് എത്തി, 1 വർഷത്തിന്റെ താഴെയുള്ള കാലയളവിൽ തന്നെ. ഇതിന് പ്രചാരം നേടിക്കഴിഞ്ഞപ്പോൾ പല ജേർണലിസ്റ്റുകളും അതേപോലെ തന്നെ പല ഫിനാൻഷ്യൽ അനലിസ്റ്റും ഒക്കെ ഇതിനെക്കുറിച്ച് വളരെ സംശയത്തോടെ നോക്കാൻ തുടങ്ങി. ഇത് പല പത്രങ്ങളിലും വാർത്തയായി. ഇതിനെ തുടർന്ന് ബോസ്റ്റൺ പോസ്റ്റ് 1920 ജൂലൈയിൽ ഇതിനെ തുടർന്നുള്ള ഒരു അന്വേഷണാത്മക റിപ്പോർട്ട് പത്രത്തിൽ പ്രസിദ്ധീകരിച്ചു. അതിനുശേഷം US ഗവൺമെന്റ് ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ആയി. ഇതിൻ്റെ സത്യാവസ്ഥകൾ കണ്ടുപിടിച്ചു. ചാൾസ് പൊൻസി വാങ്ങിച്ചത് ഏകദേശം ഒരു $200 തത്തുല്യമായിട്ടുള്ള IRCകൾ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ എന്ന് കണ്ടെത്തി. പക്ഷേ 15 മില്യൺ തത്തുല്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ നേടിയെടുത്തു. അപ്പോൾ യഥാർത്ഥത്തിലുള്ള വരുമാനം ഈ IRCകളുടെ വിൽപ്പനയിൽ നിന്നുള്ളതല്ല എന്നുള്ളത് മനസ്സിലായി. ഇത് വെറും ഒരു പിരമിഡ് സ്കീം മാത്രമാണെന്നുള്ളത്. ഓഗസ്റ്റ് 1920 ചാൾസ് പൊൻസിനെ അറസ്റ്റ് ചെയ്തു, ജയിലിലിട്ടു, 5 വർഷത്തെ ശിക്ഷയ്ക്ക് വിധിച്ചു. നാട്ടുകാരുടെ പണമെല്ലാം പോയി. അതിനുശേഷം തുടരെ വേറെ കുറേ കേസുകളൊക്കെ വന്നു. 1934 ചാൾസ് പൊൻസിയെ ഇറ്റലിയിലേക്ക് നാട് കടത്തി. ഇദ്ദേഹം 1949 ബ്രസീലിൽ വെച്ചിട്ട് വളരെ ദരിദ്രനായിട്ട് മരിച്ചു. അവസാന കാലങ്ങൾ അദ്ദേഹം ചിലവഴിച്ചത് യാചകനായിട്ടും ഹോട്ടൽ മുറികൾ തൂത്തുവാരുന്ന ആളുമായിട്ടും ഒക്കെയാണ് കഴിഞ്ഞുകൂടിയത്. ഒരു കാലത്ത് കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് വളരെ വെൽ ഡ്രസ്ഡ് ആയിട്ട് ആ കോട്ടും സൂട്ടിൻ്റെ മുകളിൽ അന്നത്തെ കാലത്തെ പട്ടിണിപ്പാവങ്ങളെ പല മോഹന വാഗ്ദാനങ്ങളിലും കുടുക്കി വീഴ്ത്തിയ ഒരാൾ അദ്ദേഹമാണ് പിൽക്കാലത്ത് അവസാന കാലങ്ങളിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ബ്രസീലിന്റെ തെരുവോരങ്ങളിൽ കുത്തിയിരുന്ന് യാചിക്കേണ്ട അവസ്ഥയിലെത്തിയത്. നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കും ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ കാണാം. കോട്ടും സൂട്ടും ഒക്കെ ഇട്ടിട്ട് വന്നിട്ട് വലിയ കാര്യങ്ങളെക്കുറിച്ച് പ്രസംഗിക്കുന്നവരും അവർ ജീവിതത്തിൽ വലുതായി എന്ന് പറയുന്നവരും കോട്ടിൻ്റെയും സൂട്ടിൻ്റെയും BMW കാറിൻ്റെയും പിന്നിൽ ഞാനൊരു പ്രത്യേക ബിസിനസ്, നാട്ടുകാർക്ക് ആർക്കും മനസ്സിലാകാത്ത ഒരു ബിസിനസ് നടത്തുന്നു എന്നും പറഞ്ഞ് നാട്ടിലെ ലോകവിവരമില്ലാത്ത ആളുകളെ പറ്റിച്ച് പണം കൈക്കലാക്കി ആ പണം കൊണ്ട് ആഡംബര ജീവിതം നയിക്കുന്ന ഒട്ടനേകം പേരെ കണ്ടിട്ടുണ്ടാകാം. വിദ്യാഭ്യാസമില്ലാത്തവരെയാണ് പറ്റിക്കുന്നത് ഞാൻ പറയുന്നില്ല. കാരണം ഇന്ന് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസമുണ്ട്. പക്ഷേ എങ്കിൽ പോലും പലർക്കും യുക്തിഭദ്രമായിട്ട് ചിന്തിക്കാനുള്ള കഴിവ് ഇല്ല. മനുഷ്യന് മൊത്തത്തിൽ പണം ഉണ്ടാക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാകാം. ആ ഒരു ആഗ്രഹത്തിന് വളം വെച്ച് കൊടുക്കുന്ന രീതിയിൽ തികച്ചും സാങ്കല്പികമായിട്ടുള്ള പല ബിസിനസ്സുകളും നടത്തുന്നതാണെങ്കിൽ പോലും നമ്മൾ ചില സിനിമകളിൽ പറയുന്നത് പോലെ ശരിക്കും ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലോ എന്ന് കരുതുന്ന പോലെയാണ് പലരുടെയും സൈക്കോളജിക്കൽ ബയസ്. കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും പാല് എന്ന് പറയുന്നത് പോലെ രണ്ടുപേർക്കും ഒരേ രീതിയിൽ ഒരാൾക്ക് പണം ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്, മറ്റൊരാൾ പണം ഉണ്ടാക്കി തരാം എന്ന് പറയുന്നു. അപ്പോൾ ആ പണം ഉണ്ടാക്കാനുള്ള മാർഗം എത്രത്തോളം അപ്രായോഗികമാണെങ്കിൽ പോലും നമുക്ക് ആ ഒരു മാർഗം വിശ്വസിക്കാനാണ് ഇഷ്ടം. ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സകല പൊൻസി സ്കീമുകളും നിക്ഷേപ തട്ടിപ്പുകളും ഇവിടെ കൂണ് പോലെ വളർന്നു വരാനുള്ള കാരണം. നിങ്ങൾ ഏത് മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങുകളുടെയും കാര്യത്തിലെടുത്ത് നോക്കുക, അവരെല്ലാവരും വിൽക്കുന്നത് ഉൽപ്പന്നങ്ങളല്ല, സ്വപ്നങ്ങളാണ്. ചാൾസ് പൊൻസി അദ്ദേഹവും വിറ്റത് IRCകളല്ലായിരുന്നു, അദ്ദേഹം വിറ്റത് ജനങ്ങൾക്ക് സ്വപ്നങ്ങളായിരുന്നു. ഇനിയൊരു തവണ നിങ്ങൾ പൊൻസി സ്കീം എന്ന് കേൾക്കുമ്പോൾ ചാൾസ് പൊൻസിയെ ആലോചിക്കുക. ഇതോടുകൂടി ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.